ഈ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണ് മനസ്സങ്ങ് പൊട്ടിപ്പോയി. വഅദ് കഴിഞ്ഞിട്ട് വരുന്നു, ഉസ്താദേ ഞാൻ ജീവിതത്തിൽ ഒരുപാട് തെറ്റ് ചെയ്ത പെണ്ണാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്ത പെണ്ണാണ്. റബ്ബിന്റെ പാരത്രിക ലോകത്ത് എനിക്ക് വിജയം ലഭിക്കാൻ ഞാൻ ചെയ്തു പോയ വ്യഭിചാരങ്ങൾക്ക്, ഞാൻ ചെയ്തു പോയ തെമ്മാടിത്തരങ്ങൾക്ക്, ഞാൻ ചെയ്തു പോയ പാപങ്ങൾക്ക് എന്റെ രാജാവായ റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിച്ച് ഞാനൊന്ന് മാപ്പ് ചോദിച്ചാൽ എന്റെ റബ്ബെനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ? ഭയപ്പെടണ്ട മോളെ, രാജാവായ റബ്ബി അവൻ വല്ലാത്ത പൊറുതിയുള്ള റബ്ബാണ്, വല്ലാത്ത കാരുണ്യമുള്ള റബ്ബാണ്. എത്ര തെറ്റ് ചെയ്തവർക്കും വീണ്ടും വീണ്ടും വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ അതേ റബ്ബിന്റെ അനുഗ്രഹത്തിൽ, റബ്ബിന്റെ മഗ്ഫിറത്തിൽ നീ നിരാശയാകണ്ട. റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കില്ലെന്ന് പേടിച്ച് നീ നിരാശയാകണ്ട. വതൂബൂ ഇലല്ലാഹ്, നീ ചെയ്തു പോയ പാപങ്ങൾ രാജാവായ റബ്ബിന്റെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞുകൊണ്ട് ഒന്ന് തൗബ ചെയ്യൂ മോളെ, അല്ലാഹ് നിനക്ക് പുറത്തു തരും കേട്ടോ. ഈ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണിന് സമാധാനമില്ല. ഉസ്താദേ ഞാൻ ചെയ്ത തെറ്റുകൾ സാധാരണ തെറ്റല്ല, അതേ കടലിലെ തിരമാലകളെക്കാൾ വലിയ തെറ്റ് ചെയ്ത പെണ്ണാണ് ഞാൻ, ലോകത്തിലുള്ള ചരലുകളെക്കാൾ വലിയ തെറ്റ് ചെയ്ത പെണ്ണാണ് ഞാൻ, ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വലിയ തെറ്റ് ചെയ്തവളാണ് ഞാൻ. എനിക്കെന്റെ രാജാവിന്റെ അടുക്കലിൽ മാപ്പുണ്ടോ? വന്നത് ശഅബാനത്താണെന്നറിയാത്ത ബഹുമാനപ്പെട്ട സാലിഹുൽ മുഅ്മിനീൻ തങ്ങൾ പറഞ്ഞു, പെണ്ണേ നീ ഭയപ്പെടേണ്ടതില്ല, രാജാവായ റബ്ബ് വല്ലാത്ത പൊറുതിയുള്ള റബ്ബാണ്. അവന്റെ അർശിനെ കുറിച്ച് നിനക്കറിയില്ലേ? അവന്റെ സൃഷ്ടികളെ കുറിച്ച് നിനക്കറിയില്ലേ? അവന്റെ സൃഷ്ടികളെ മുഴുവനും നിനക്കറിയില്ലേ? എല്ലാ സൃഷ്ടികൾക്കും ആ രാജാവായ റബ്ബ് വല്ലാത്ത പൊറുതി കൊടുക്കുന്ന റബ്ബാണ്, വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്ന റബ്ബാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആ റബ്ബിനെ കുറിച്ച് വല്ലാതെ പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. നീ ഭയപ്പെടേണ്ടതില്ല. വന്നത് ശഅബാനത്താണെന്നറിയാത്ത ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട തമ്മാടിച്ചിയായ പെണ്ണ് ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണ് തന്നെ രാജാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച്, രാജാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് പൊട്ടിക്കരഞ്ഞങ്ങ് മാപ്പ് ചോദിച്ചാൽ അല്ലാഹ് പുറത്തു കൊടുക്കും കേട്ടോ. ഈ ശഅബാനത്തിന് കേൾക്കുമ്പോ തന്നെ അവിടെ ബോധരഹിതയായെന്ന് വീണുപോയി. അല്പം കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ബഹുമാനപ്പെട്ട സാലിഹുൽ മുഅ്മിനീൻ തങ്ങളോടൊരൊക്കെ വിളിച്ച് പറയുന്നത്, ആഹന ശഅബാന, ആഹന ശഅബാന, ആഹന ശഅബാന. ഓ സാലിഹുൽ മുഅ്മിനീൻ തങ്ങളെ, നിങ്ങൾ പറഞ്ഞ ഈ നാട്ടിലെ ഏറ്റവും തമ്മാടിച്ചിയായ പെണ്ണ് ആ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണാണ് ഞാൻ. ഞാൻ എന്റെ രാജാവായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് എന്റെ റബ്ബിനോട് പാപമോചനം തേടിയാൽ എന്റെ റബ്ബിനിക്ക് വിട്ടുവീഴ്ച ചെയ്യുമോ? ഭയപ്പെടേണ്ടതില്ല. വഹുവൽ ഗഫൂറുർ റഹീം, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഓതിയിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഭയപ്പെടണ്ട, മനസ്സ് തിരിച്ച് ഈ റബ്ബിനോട് പാപമോചനം തേടിക്കോ, അല്ലാഹ് പുറത്തു തരും കേട്ടോ. ഓ മുഅ്മിനായ മനുഷ്യ, ഈ ശഅബാനത്തെന്ന് പറയുന്ന പെണ്ണ് പിന്നീട് കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് സാലിഹുൽ മുഅ്മിനീൻ തങ്ങളെ കണ്ടപ്പോ വലിയ കറാമത്ത് കാണിച്ചു പോയി. സമയമില്ലാത്തത് കൊണ്ട് വിശദമായി ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് മുഅ്മിനേ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ രാജാവായ റബ്ബിലേക്ക് സമർപ്പിച്ച് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞൊന്ന് പൊട്ടിക്കരയൂ, റബ്ബിനോടൊന്ന് പാപമോചനം തേടൂ. അല്ലാഹു
നമ്മെ എല്ലാവരെയും അത്തരം സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ. ഹഖിന്റെ പേരിൽ അടിയുറച്ച് ജീവിക്കുന്ന മനുഷ്യൻ ഹഖ് മാത്രം ജീവിതത്തിൽ അതേ പകർത്തി അതേ ഹഖിന്റെ മേലെ നിൽക്കുമ്പോൾ ഒരുപാട് ക്ഷമിക്കേണ്ടി വരും. വിശദമായി ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ എന്ത് പ്രയാസം തന്നെ വന്നാലും ഹഖിന്റെ മേൽ ഞാൻ അടിയുറച്ച് ജീവിക്കുമെന്ന ദൃഢനിശ്ചയോടെ ക്ഷമയോടെ ജീവിക്കണേ. അത്തരം സാലിഹീങ്ങളെ ലോകത്തുള്ള എല്ലാവരും പരാജയത്തിലേടുന്ന് അതേ പരിശുദ്ധ ഖുർആൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹ്, ഞങ്ങൾ നിന്റെ പാപികളായ അടിമകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അവരെ പോലെ നല്ല ഹൃദയം, നല്ല തെളിഞ്ഞ ഹൃദയം ഞങ്ങളുടെ കയ്യിലില്ല. ആ സാലിഹീങ്ങൾ മുഴുവനും നിന്റെ മുമ്പിൽ പൊട്ടുന്ന മനസ്സോടെയാണ് പ്രാർത്ഥന നടത്തിയത്. അത്തരം നല്ല ക്ലിയറുള്ള മനസ്സ് ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. നിന്നെയും നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പൂർണ്ണമായി സ്നേഹിക്കുന്ന സാലിഹീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാഹ്. ഒരുപാട് മഹാന്മാരാ നബിയെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ നബിയെ സ്വപ്നത്തിലൂടെ നബിയുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ ഞാനിപ്പോൾ അതിൽ പ്രസംഗിക്കുകയല്ല. ഒരുപാട് മഹാന്മാർ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടവരുണ്ട്. വഫാത്തിന്റെ ശേഷവും നേരിൽ വെച്ച് കണ്ടവരുണ്ട്, നേരിൽ സംസാരിച്ചവരുണ്ട്. അവരൊക്കെ നല്ല ക്ലിയറുള്ള ഹൃദയമുള്ളവരാണ്. നല്ല കറുത്തുപോയ ഹൃദയമുള്ള ഞങ്ങൾക്ക് ആ നബിയെ കാണണമെന്ന് ആശിക്കുന്നത് ഒരിക്കലും ശരിയല്ലെന്നറിയാം. പക്ഷേ ആ നബിയെ കണ്ടിട്ടെങ്കിലും ഞങ്ങളെ മനസ്സൊന്ന് ക്ലിയറായാൽ റബ്ബേ, ആ നബിയുടെ പൂമുഖം കണ്ട് സന്തോഷിക്കാൻ ജീവിതത്തിൽ നീ ഞങ്ങൾക്ക് പലതവണ അവസരം നൽകണേ അല്ലാഹ്. പലതവണ അവസരം നൽകണേ അല്ലാഹ്. അവസരം നൽകണേ അല്ലാഹ്. അവസാനം കാമിലായ ഈമാനോടെ ആ നബി തങ്ങളുടെ പൂമുഖം കണ്ട് സന്തോഷത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ഞങ്ങളോട് കൊണ്ട് വസിയത്ത് ചെയ്തവർക്ക് സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.